വായന അന്യം നിന്നു പോകുന്ന ഒരു സമൂഹത്തിൽ വായനയ്ക്ക് പ്രോത്സാഹനവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഒരു പറ്റം യുവാക്കൾ. ഒപ്പം റോഡരികിൽ തണൽമരങ്ങളും പൂച്ചെടികളും വെച്ച് പിടിപ്പിച്ച് സമൂഹത്തിന് പുതിയ മാതൃകയാകുകയാണിവർ. സ്വന്തം പൂന്തോട്ടത്തിൽ ചെടികൾ നട്ടുപിടിപ്പിച്ച് പൂവിടുന്നതും നോക്കി ആസ്വദിക്കുന്ന നമ്മളിൽ നിന്നും വ്യത്യസ്തരാണ് ഈ ചെറുപ്പക്കാർ. വഴിയോരത്തെ ഉദ്യാനമാക്കുന്നതിനൊപ്പം നാടിനെ വായനയുടെ ലോകത്തേക്ക് നയിക്കാനും തീരുമാനിച്ചിറങ്ങിയ എടവണ്ണപ്പാറയിലെ ചെറുപ്പക്കാരുടെ നിശ്ചയദാർഢ്യം ഒടുവിൽ ഫലം കണ്ടു. കെ മുഹമ്മദ് റിയാസ്, എം കെ ഷിറാസ്, കെ സലാം എന്നിവരുടെ ശ്രമഫലമായി 6 മാസത്തിനകം പാതയോരം തണലണിഞ്ഞപ്പോൾ ഗ്രന്ഥാലയത്തിന്റെ വാതിലുകളും നാട്ടുകാർക്ക് മുന്നിൽ തുറന്നു. മാലിന്യം നിറഞ്ഞ റോഡുകളിൽ നിന്ന് വ്യത്യസ്തമാകണം എടവണ്ണപ്പാറ ചീടിക്കുഴി ഗ്രാമീണ റോഡെന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരമൊരാശയം രൂപപ്പെട്ടത്. ലൈബ്രറിയനോ മറ്റ് നടപടിക്രമങ്ങളോ ഇല്ലാത്ത വഴിയോര ഗ്രന്ഥശാലയ്ക്കും പ്രത്യേകതയുണ്ട്. പുസ്തകം വായിക്കുന്നതും കൊണ്ടുപോകുന്നതും തിരിച്ചേൽപ്പിക്കുന്നതുമെല്ലാം ആസ്വാദകന്റെ തെരഞ്ഞെടുപ്പാണ്. ഇത്തരമൊരനുഭവം ഒരുക്കി നൽകിയ തങ്ങൾക്ക് പുസ്തകം തിരിച്ചേൽപ്പിച്ച് വായനക്കാരും പിന്തുണ അറിയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചെറുപ്പക്കാർ. ഞങ്ങൾ എടവണ്ണപ്പാറയിലെ ഒരു പറ്റം യുവാക്കളുടെ ഒരു സ്വപ്നമാണ് ഇന്ന് പൂവണിഞ്ഞത്. ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു ഒരു വഴിയോര ലൈബ്രറിയും കുറെ മരങ്ങളും പൂക്കളും നട്ടുപിടിപ്പിച്ച് ജനങ്ങൾക്ക് സഹായകരമായ പ്രവർത്തനങ്ങൾ നടത്തുക എന്നത്. പഠനവും ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ പ്രദേശത്തുണ്ട്. അവർക്ക് ഒരു മുതൽക്കൂട്ടാവുന്ന ഭാവിയിലും മുതൽക്കൂട്ടാവുന്ന കുറച്ച് പുസ്തകങ്ങളും ലേഖനങ്ങളുമാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. ഈ ഇപ്പോഴത്തെ തലമുറ നേരിടുന്ന ഒരു സുപ്രധാന പ്രശ്നമാണ് വായന എന്നത്. അതിനൊരു പരിഹാരമെന്നോണം ഞങ്ങൾ രൂപീകരിച്ച ഒരു ചെറിയ സംരംഭമാണ്. റിപ്പബ്ലിക് ദിനത്തിൽ നടന്ന ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം എഴുത്തുകാരി ഷബ്ന പുന്നാട് നിർവഹിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി ഓടക്കൽ മുഹമ്മദ് പതാക ഉയർത്തി. ഏതൊരു വഴിയാത്രക്കാരനും ഇതുവഴി കടന്നു പോകുമ്പോൾ ഇതിനു പിന്നിൽ അധ്വാനിച്ചവരെ മനസ്സറിഞ്ഞൊന്ന് അഭിനന്ദിച്ചു പോകും. എന്നാൽ നാടിന് തണലേകാൻ ഒരു കുടം വെള്ളം നിങ്ങൾക്കും ഒഴിക്കാവുന്നതേ ഉള്ളൂ എന്ന സന്ദേശം പുതുതലമുറയോടുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അവനവനിലേക്ക് ചുരുങ്ങരുത്, അതിനുമപ്പുറമാണ് ലോകമെന്ന് പഠിപ്പിക്കുന്ന വലിയ സന്ദേശമാണ് പാതയോരത്തെ ഉദ്യാനപാലകരുടെ ഈ വഴിയോര ഗ്രന്ഥശാല നൽകുന്നത്. എടവണ്ണപ്പാറയിൽ നിന്നും ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.